6500 സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തില് ഈ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 60,000-ന് മുകളിൽ ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ യൂണിക്കോൺ സ്റ്റാർട്ടപ്പായ ഇൻമോബി 500 മില്യൺ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിൽ IPO സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സിംഗപ്പൂരിൽ നിന്ന് അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷം വർദ്ധിച്ചിരിക്കുന്നത്. ഇതെല്ലാം കോർപ്പറേറ്റ് കണക്കുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ പറയുന്ന ബിസിനസ്സിലേക്കൊന്നും വരുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു ഫോൾട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആളുകൾ യുണീക്ക് ഐഡിയയിലും എക്സിക്യൂഷനിലും ഒന്നല്ല ഫോക്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഫോക്കസ് ചെയ്യുന്ന ട്രെൻഡിനെ തന്നെയാണ്. മസ്ക് ചായക്കപ്പിൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാ ജംഗ്ഷനിലും നമുക്കൊരു ചായക്കപ്പിളിനെ കാണാൻ പറ്റുന്നത്. ലബാനിലും നമുക്ക് ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ലബാനിൽ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാ കവലകളിലും എല്ലാ മെയിൻ ടൗണുകളിലും എല്ലാം ലബാന്റെ തന്നെ പല പല വേരിയന്റിലുള്ള കോപ്പീസിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പണ്ട് ഡേസി കൂപ്പർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ബൂം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ബിസിനസ്സുകളുടെ ഒക്കെ ഗ്രാഫ് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു USB ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രെൻഡ് അവസാനിക്കുന്നതോടൊപ്പം നമ്മുടെ ബിസിനസ് അവസാനിക്കും. അങ്ങനെ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നു വന്ന് അവരുടേതായിട്ടുള്ള ഒരു USB കൊണ്ട് വിജയിച്ച ഒരു ബിസിനസ്സാണ് റാപ്പിഡോ. ഊബർ ആപ്പിന്റെ അതേ കോപ്പി തന്നെയാണ് റാപ്പിഡോ. നമ്മുടെ നാടിന്റെ ട്രാഫിക് അനുസരിച്ചിട്ട് ഊബറിലെ ടാക്സി എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ലായിരുന്നു. അപ്പോൾ ഒരു റാപ്പിഡോ എന്ത് ചെയ്തു, ബാംഗ്ലൂരാണ് അവർ ലോഞ്ച് ചെയ്തത്. ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ള ഒരു ടൗൺ ആണ്. അവിടെ അവർ 2 വീലർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർക്ക് നല്ല രീതിയിലൂടെ പിച്ച് കിട്ടി, അവർ സക്സസ്ഫുൾ ആയി. അപ്പോൾ നിങ്ങൾ ട്രെൻഡിനെ ഫോളോ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു USBയിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. കേരള, ലെറ്റ്സ് ബിൽഡ്.